ഊട്ടിയിലേക്ക് പോകുന്ന വഴി തന്നെ ഉള്ളൊരു വ്യൂ പോയിൻ്റ് ആട്ടോ അത്. കണ്ടോ ഈ വ്യൂ പോയിൻ്റ് കണ്ടോ, നീഡിൽ ലോക്ക് വ്യൂ പോയിൻ്റ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടാണോ പോകുന്നത്? അവരവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇല്ല കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ ഇവിടുന്ന്. പോവാ വാ. ഇതിലൂടെ ഇങ്ങനെ നടന്നതിന് അത് അതിൻ്റെ മുകളിലെത്തണം കേട്ടോ. ഇവരെ കണ്ടോ, അതിൻ്റെ മുകളിലെത്തണം. വേറെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കാണാനായിട്ട്. പാറയുടെ മുകളിലെന്തോ എന്താ സ്ഥലല്ലേ, അങ്ങോട്ടേക്ക്. ഓ വാ. 30 കളിച്ചിട്ടൊരു മെനാവുന്നില്ലല്ലോ സജി. ഞങ്ങളിപ്പോൾ ഏകദേശം അവിടെ മുകളിൽ എത്താനായിട്ടോ. നിങ്ങൾ നോക്കി എം ആരിസ് അല്ല ചമ്മ, എന്ത് ഭംഗിയാ കാണേ. ഓ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അധികം പോകുന്ന വഴിയായതുകൊണ്ട്, ഊട്ടിയിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് ഇതിൽ എവിടെ ആരും വരാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ബസ്സിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഈ വഴി ഞാൻ കണ്ടായിരുന്നു, ഇവിടേക്കുള്ള ഈ വ്യൂ പോയിൻറ്റിലേക്കുള്ള. പക്ഷേ ഇപ്പം കാറിൽ വന്നത് കൊണ്ടാണ് ഇപ്പോൾ അത് കാണാൻ കഴിഞ്ഞത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഓ ഓക്കെ, ഞാൻ നോക്കിക്കേ, അവിടെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഒരാളിപ്പോൾ വീഡിയോ എടുക്കുന്ന തിരക്കില്ല. നേരത്തെ കണ്ട മാനല്ല കേട്ടോ, അത് പ്രതിമയാണ്. ഓ അല്ല, ബാക്കിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതാണ് ഊസിമല വ്യൂ പോയിന്റ്. ഓക്കെ, കമോൺ. ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ അവസാനം വരുന്നത്. ഈ വ്യൂ പോയിന്റിൻ്റെ പേരെന്തായിരുന്നു? പേര് മറന്നുപോയി. അയ്യോ, ഞാൻ അവിടെ നിന്ന് എടുത്തായിരുന്നു, പേര് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ കണ്ടോ സ്ഥലം? വാ, നിങ്ങൾ ഊട്ടി പോകുന്ന വഴി ഇത് കാണാൻ അധികം ചാൻസ് ഇല്ല. ഊട്ടി എത്തുന്നതിൻ്റെ ഒരു 30 കിലോമീറ്റർ പുറകിലായിട്ടാണെന്ന് തോന്നുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പം ഗൂഡല്ലൂരിൽ നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഇത് ഉള്ളത്. ഇത് അവിടുന്ന് ഒരു 200-300 മീറ്റർ, അത് ഏതാണ്ട് അത്രയേ ഉള്ളൂ. 300 മീറ്റർ നമ്മൾ ഇങ്ങോട്ട് വന്നിക്കുകയാണെങ്കിൽ നമുക്ക് പ്രകൃതി രമണീയമായ നല്ല സ്ഥലങ്ങൾ കാണാം. ചുറ്റിലും മലകളാണ് കേട്ടോ. ഓക്കെ, അപ്പം ഏകദേശം 12 മണിയായി. ഞങ്ങൾക്ക് ഏതായാലും വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ ഒരുപാട് സമയം ഞങ്ങൾ ചിലവഴിച്ചു, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഏതാണ്ട് വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോടനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. അപ്പോൾ നാളെയാണ് ഞങ്ങൾ ആ കാഴ്ചകളിലേക്ക് പോകുന്നത്, ഈ കോടനാട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ.
പിന്നെ ക്യാമറയ്ക്ക് അഡീഷണൽ ചാർജാണ് 50 രൂപ. എടാ തെല്ലിക്ക് എത്ര രൂപ കൊടുത്തേ? 50? ആ 50 രൂപയാണ് കേട്ടോ ക്യാമറ കൊടുത്തേ, അവരാ കൊടുത്തേ. എൻ്റെ കൂടെ ഉള്ള ഒരാൾ ഇതിൻ്റെ മുകളിലേക്ക് പോയി നോക്കട്ടെ. അത് അവിടെ തന്നെ ഉണ്ട് ഞാൻ വിചാരിച്ചു. കാരണം ഇവിടെ ഇപ്പോൾ കുറച്ച് ഡേഞ്ചറാണ് സ്ഥലം. നിങ്ങൾ കണ്ടോ, നല്ല താഴ്ചയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കളിതമാശകളൊന്നും നടക്കാൻ പാടില്ല. കാണാം നിങ്ങൾ താഴെ പോയാലേ പോയത് തന്നെ നല്ല താഴ്ചയുണ്ട്. പോയി നല്ല കാറ്റിന് നല്ല ശക്തിയുണ്ട്. കാരണം ചുറ്റിലും മല ആയതുകൊണ്ട് പേടിച്ചു പോയി. കണ്ടോ, അപ്പം അവനിപ്പം കയറിയത് കൊണ്ട് ഇപ്പം അങ്ങോട്ട് കയറി. ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ, അവിടെ അധികം നിൽക്കാൻ ഒരു പേടി. ഈ പുറകിൽ നടക്കുന്ന കേട്ടോ സന്ദീപ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സന്ദീപ് എന്ന് പറഞ്ഞ അദ്ദേഹം ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അദ്ദേഹം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കേട്ടോ അധികം ചെയ്യുന്നത്, പ്രൊഫഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ ഈവൻറ്റ്സൊക്കെ കവർ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ നമ്പർ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം. ഈ ക്ലിക്ക് ഓൺ ജേണി ഡ്രീം ഷട്ടർ ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ.